ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ പൈശാചികമായ പീഡകൾ കെട്ടുവിട്ടുപോകും. പൈശാചികമായ പീഡകൾ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? ഇങ്ങനെയുള്ള ചില പൈശാചികമായ പീഡകൾ വ്യക്തിയുടെ ശരീരത്തിൽ ആവസിക്കും. അത് ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ ആ വ്യക്തിയെ പീഡിപ്പിക്കും. ഈ മേഖലകളെ കണ്ടെത്തി കഴിയുമ്പോൾ ആ മേഖലകൾക്ക് വേണ്ടി ബന്ധിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു അഭിഷേകം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഉണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പൈശാചികമായിട്ടുള്ള ഒരു ബാധയുടെ ഒരു മേഖല അത് ശല്യപ്പെടുത്തൽ എന്നാണ്. ഡിസ്റ്റർബ് ചെയ്യും, ശല്യപ്പെടുത്തും. പിശാച് വ്യക്തികളെയും കുടുംബങ്ങളെയും ശല്യപ്പെടുത്തും. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല വചനഭാഗം പഴയ നിയമത്തിലെ ജോബിന്റെ പുസ്തകമാണ്. ജോബിന്റെ പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ജോബിന്റെ സുബോധം നഷ്ടപ്പെടുന്നില്ല. ഹീസ് ഇൻ കോൺഷ്യസ് സ്റ്റേജ്. പക്ഷേ അടിക്കടി മരണം, അടിക്കടി അപകടങ്ങൾ, അടിക്കടി സാമ്പത്തിക നഷ്ടങ്ങൾ, അടിക്കടി പീഡകൾ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. ചില ശല്യങ്ങൾ നിന്റെ വീട്ടിലും നിന്റെ വ്യക്തി ജീവിതത്തിലും ഉണ്ടോ? ചില ശല്യങ്ങൾ അതിങ്ങനെ ശല്യപ്പെടുത്തുന്നു, ഒരു സ്വസ്ഥത നൽകത്തില്ല. അടിക്കടി ചില പീഡകൾ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു ചേട്ടൻ പറയും, എൻ്റെ അച്ഛാ എന്നാന്നറിഞ്ഞുകൂടാ, അപകടങ്ങളുടെ തോരാമഴ പോലെയാണ് അച്ഛാ അപകടങ്ങൾ. ഇതിങ്ങനെ എപ്പോഴും അപകടം. ഒരു മര്യാദയില്ല. വിചാരിക്കാത്ത തരത്തിൽ ചില തടസ്സങ്ങൾ അങ്ങോട്ട് വന്ന് കയറുക. വിചാരിക്കുന്ന തടസ്സമാണ് മര്യാദയുണ്ട്. ഇത് വിചാരിക്കാത്ത തരത്തിൽ ചില തടസ്സങ്ങൾ. അത് കാരണം അച്ഛാ സ്വസ്ഥതയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു പൈശാചിക പീഡ അതിൻ്റെ പിന്നിലില്ലേ എന്ന് നമ്മൾ ധ്യാനിക്കണം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ അനുഭവപ്പെടുന്ന ചില തടസ്സങ്ങളുടെ കാരണം അതെവിടുന്ന? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു, ശരിയാണ്. പക്ഷേ നീ ഓർത്തോണേ, ഒരു ആത്മീയ വ്യക്തി എന്ന നിലയിൽ നീ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില ആത്മീയമായിട്ടുള്ള തകർച്ചകൾ, പൈശാചികമായ ഒരു പീഡയുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുക. ജോബിന്റെ പുസ്തകത്തിൽ ജോബിനെ കുറിച്ച് പറയുമ്പോൾ ജോബിനുണ്ടായിരുന്ന സമ്പത്ത്, ജോബിനുണ്ടായിരുന്ന മക്കളും കുടുംബവും ഒക്കെ എല്ലാം ഇങ്ങനെ സാവധാനം ചിതറിക്കപ്പെടുന്നൊരവസ്ഥ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടോ? ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കണം. കർത്താവേ, ഈ വിഷയത്തിൽ അത്ഭുതകരമായൊരു വിടുതൽ നമുക്ക് വേണം. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ ഒരുപക്ഷെ അടിക്കടി അപകടങ്ങൾ, അടിക്കടി മരണങ്ങൾ, അടിക്കടി സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിൽ ഒരു കാരണവുമില്ലാതെ വഴക്ക് വക്കാണം, കുടുംബത്തിലെ ചില തടസ്സങ്ങൾ വിചാരിക്കുന്നില്ല, പക്ഷെ ഇതിങ്ങനെ സംഭവിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, അത്ഭുതകരമായൊരു ദൈവശക്തി ഈ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഓൺലൈൻ പങ്കെടുക്കുന്ന ദൈവജനത്തിന്റെ പക്കലേക്ക് ഇതാ ജോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തകർച്ചകളെയും ബന്ധിച്ച് പുറത്താക്കിയ ദൈവശക്തി ഇപ്പോൾ ഈ ദൈവ മക്കളിലേക്ക് വെളിപ്പെടാൻ വേണ്ടി 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ റൂഹായേ കാറ്റായി വീശണമേ. പ്രാർത്ഥിക്കട്ടെ. ഓ റൂഹായേ ഓ റൂഹായേ ഓ ഹോളി സ്പിരിറ്റ്, എല്ലാ തടസ്സ പീഡകളെയും ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി വിളിക്കട്ടെ. റൂഹായേ ഓ റൂഹായേ ഓ റൂഹായേ ആമേൻ. Praise the Lord.
ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് രോഗബാധയാണ്, രോഗപീഠകൾ. ഇത് പഠിക്കണം. ഫിസിക്കൽ, ശാരീരികമായ ചില രോഗപീഠകൾ. ഇത് മനസ്സിലാക്കാൻ 2 വചനഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഒന്ന്, ലൂക്കയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വചനം ഒന്ന് വായിച്ചാലോ? ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13, 13-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വചനത്തിൽ ഒരു സ്ത്രീയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ത്രീയെ കുറിച്ച് വായിച്ചോളൂ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ? എത്ര വർഷം? 18 വർഷം. 1-2 അല്ല, 18 വർഷമായി കൂനിപ്പോയ ഒരുവൾ. ബൈബിൾ പറയുന്നു ഒരാത്മാവ് ബാധിച്ചിട്ട് കൂനിപ്പോയവൾ. ഒരാത്മാവ് ബാധിച്ചിട്ട് കൂനിപ്പോയവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡയാണ്. ദുരാത്മാവ് ബാധിച്ചിട്ട് കൂന്. ശാരീരികമായ രോഗപീഠകൾ പലതും നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ അതൊരു പൈശാചിക പീഡകളുടെ ആക്രമണമാവാം. മറ്റൊരു വചനം വായിച്ചോളൂ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 17, 17-ാം അധ്യായം അതിൻ്റെ 14 മുതലുള്ള തിരുവചനം. നമ്മൾ അവിടെ വായിക്കുന്നത് അപസ്മാര രോഗിയായ ഒരു ബാലനെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വചനം വായിക്കാം. അവർ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവന്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. എന്ത് രോഗമാണ്? അപസ്മാരം, ഫിറ്റ്സ് ആണ്. അപസ്മാര രോഗം. വായിച്ചോ. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ സംഭാഷണം മുന്നോട്ട് നീങ്ങി കഴിഞ്ഞിട്ട് 18-ാം തിരുവചനം വായിച്ച 18-ാം തിരുവചനം. യേശു അവനെ ശാസിച്ചു. യേശു അവനെ ശാസിച്ചു. അപസ്മാര രോഗിയായ ബാലനെ ഈശോ ശാസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചേ. സൗഖ്യപ്പെടേണ്ടവനല്ലേ? അപ്പൊ അവനെ സൗഖ്യപ്പെടുത്തി എന്ന് പറയുന്നതിന് പകരം ഈശോ അവനെ ശാസിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അടുത്ത വചനം എഴുതിയിരിക്കുന്നത് വായിച്ചേ. പിശാച് അവനെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഒരു ആത്മീയ രഹസ്യം പഠിപ്പിക്കുകയാണ്. അവൻ അപസ്മാര രോഗിയായതിന്റെ പിന്നിലുള്ള കാരണം അവനിൽ ഒരു പൈശാചിക ബാധയായിരുന്നു. ഇത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പല രോഗപീഠകളും ഒരു പൈശാചിക ബാധയുടെ ഭാഗമാവാം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ, നിനക്കൊരു രോഗം വന്നാൽ ആദ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നമുക്കൊരു രോഗപീഠ വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. ആശുപത്രി പോകണ്ടെന്നോ മരുന്ന് കഴിക്കണ്ടെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ നിനക്കൊരു രോഗപീഠ വന്നാൽ നീ നന്നായിട്ട് ആദ്യം പ്രാർത്ഥിക്കണം. കാരണം ആ പീഡ ഒരു പൈശാചിക പീഡയുടെ ഭാഗമാണെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പീഡ വിട്ടുമാറും. നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു തലവേദന വന്നാൽ എന്ത് ചെയ്യും? തലവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരസെറ്റമോൾ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള ഗുളിക കഴിക്കുന്നു, പലതരത്തിലുള്ള ഓയിൽമെന്റുകൾ തേക്കുന്നു, അല്ലേ? വചനം പഠിപ്പിക്കുന്ന എന്നാന്നറിയോ? ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. പല രോഗപീഠകളും വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു അതൊരു തരത്തിലുള്ള പീഡകളാവാം. പീഡകളാവാം, പൈശാചിക പീഡകളാവാം. പ്രാർത്ഥിച്ചാൽ വിട്ടുമാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ധ്യാന ശുശ്രൂഷയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നാളുകളായി മരുന്ന് കഴിഞ്ഞിട്ടും മാറാത്ത ചില രോഗപീഠകൾ നമ്മൾ ഇങ്ങനെ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വലിയൊരു ഡെലിവറൻസ് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ മേഖലയിൽ വലിയ ഒരു ഡെലിവറൻസ് സംഭവിക്കുന്നു, സൗഖ്യം കിട്ടുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിൽ സൗഖ്യം കിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, രോഗപീഠകൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചാടി ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചോളൂ. നമുക്കുള്ള എല്ലാ രോഗങ്ങളും ഒന്ന് സമർപ്പിച്ച്, അത്
ഇപ്പോൾ നമുക്കുണ്ടായിരിക്കുന്നത് പൈശാചിക പീഡയുടെ ഭാഗമാണെങ്കിൽ, യേശുവേ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലുള്ള കാലങ്ങളായിട്ടുള്ള എല്ലാ പീഡകളെയും യേശുവേ ബന്ധിച്ച് ഈ നിമിഷം പുറത്താക്കണമേ, വിശുദ്ധീകരിക്കണമേ, എൻ്റെ ശരീരത്തിന് സൗഖ്യം നൽകണമേ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ റൂഹായെ എൻ്റെ ശരീരത്തിലേക്ക് അത്ഭുതകരമായൊരു ശക്തിയായിട്ട് വെളിപ്പെടണമേ എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. റൂഹായേ, റൂഹായേ നീ കാറ്റായി വാ. ഓ റൂഹാ, റൂഹായേ നീ നാവായി വാ. ഓ റൂഹാ, റൂഹായേ പ്രാവായി വാ. ഓ റൂഹാ, റൂഹായിൽ നിറവായി വാ. ഓ റൂഹാ. റൂഹായേ നീ കാറ്റായി വാ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളുടെ മേൽ അധികാരമുള്ള കർത്താവേ, അത്ഭുതകരമായ ശക്തി ഓരോ വ്യക്തികളുടെ ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. രോഗപീഠ മൂലം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മ ശക്തി വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ, ഈ കൂട്ടായ്മയിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന കർത്താവേ. ഓ ദൈവമേ, പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. 4ാമത്തെ മേഖല പഠിച്ചുകൊള്ളൂ പ്രിയപ്പെട്ടവരെ. പ്രലോഭനങ്ങളാണത്. പ്രലോഭനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണ മനുഷ്യ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ട്, സ്വാഭാവികം. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനേക പ്രലോഭനങ്ങളുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ചില പ്രലോഭനങ്ങളുണ്ടല്ലോ, അത് നമ്മളെ ഇങ്ങനെ കെട്ടിയിടും, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം ഇങ്ങനെ കെട്ടിയിടും. അതൊരു പൈശാചിക പീഡയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കഴിഞ്ഞ നാളിലൊരു പെൺകുട്ടി പറഞ്ഞത്, അച്ഛാ ഇന്ന ഒരു ചെറുക്കനോടൊരു ബന്ധമുണ്ട്, ഇത് നല്ലതല്ലെന്ന് എനിക്കറിയാം. ഈ പെണ്ണ് പറയാ, അച്ഛാ ഈ ബന്ധം നല്ലതല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാന്നറിഞ്ഞുകൂടാ അച്ഛാ, എന്നാന്നറിഞ്ഞുകൂടാ, ഈ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പൈശാചിക പീഡയാണ്. ഇത് ശരിയല്ലെന്നറിയാം, അപ്പനും അമ്മയൊക്കെ പറഞ്ഞു ശരിയല്ല, എല്ലാം അറിയാം, പക്ഷെ പറ്റണില്ല അച്ഛാ. ഡൽഹിയിലായിരുന്ന അവസരത്തിൽ ഒരമ്മ മകളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. മകളുടെ കല്യാണം അച്ഛാ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കഴിഞ്ഞ് അമ്മ മകളോട് പറഞ്ഞു, മോളെ നീ പോയി നിത്യാരാധന ചാപ്പലിരിക്കും, ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ. ഇവരുടെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാ, ഇപ്പൊ ഒറ്റയ്ക്കാ. ഈ മകളെ വളർത്തിയതൊക്കെ ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകളുടെ കല്യാണം ഇന്ന തീയതി ഇന്ന നാളിലാണ്. ഞാൻ പറഞ്ഞു, കൊള്ളാം, പ്രാർത്ഥിച്ചല്ലോ. അല്ല അച്ഛാ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അച്ഛാ ഞാനുണ്ടല്ലോ, ഞാൻ അച്ഛനൊന്നും വിചാരിക്കരുത്, മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് അധിക നാൾ കഴിയുന്നതിന് മുമ്പേ എനിക്കൊരാളോട് ഇഷ്ടമാണ്, ഞാൻ അയാളുടെ കൂടെ പോവാ. പറയണാരാ? അമ്മ. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. എന്നെ മുനി ചേച്ചി എന്നെ പറയണേ, അച്ഛാ ഇനി എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ഇന്നയാളോട്, അത് ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പ്രായം നോക്കുമ്പോഴത്തേക്ക് ഒരു 20 വയസ്സെങ്കിലും താഴെയുള്ള ഒരു ചെറുക്കൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുന്ന അമ്മ മകളുടെ കല്യാണം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, എൻ്റെ മുനി ചേച്ചി, ആ മകളുടെ കുടുംബം നാണക്കേട്, അതൊന്നും വിഷയമല്ല അച്ഛാ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു പൈശാചിക പീഡയാ. കാര്യത്തിൻ്റെ ഗൗരവമൊക്കെ അറിയാം. എന്നിട്ട് ഈ ചേച്ചി തന്നെ എന്നോട് പറയുക, അച്ഛാ എനിക്കറിയാം, ഇതൊക്കെ അറിയാം, പക്ഷേ ഇത് പറ്റത്തില്ല അച്ഛാ, ഇനി എനിക്ക് അങ്ങനെ പറ്റത്തില്ല, എനിക്കിനി അവൻ്റെ കൂടെ ജീവിച്ചേ പറ്റൂ. തന്നേക്കാൾ 20 വയസ്സ് കുറവുള്ള ഒരു ചെറുക്കൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി തീരുമാനമെടുത്ത ഒരമ്മ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ല. ചില സംഭവങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് തന്നെ സംഭവിക്കുന്നുണ്ട്. ചില പ്രലോഭനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, പൈശാചിക പീഡയായിട്ട് സംഭവിക്കാം. പൈശാചിക പീഡ ശുശ്രൂഷ മേഖലയിൽ സംഭവിക്കാം കേട്ടോ. ശുശ്രൂഷ മേഖലയിൽ വളരെ ശ്രദ്ധയുണ്ടാവണം. ശുശ്രൂഷ മേഖലയിലുള്ളവരാണ് പെട്ടെന്ന് പിശാചി പിടികൂടുന്നത്. ശക്തനായ ഒരു ആത്മായ വചന ശുശ്രൂഷകൻ എനിക്കറിയാം, കേരളത്തിലല്ല പുറത്താ. അയാളെ കാണണം, എന്നെ പവറാന്നറിയോ, സ്വരം, അയാളുടെ പെരുമാറ്റം തന്നെ ഇച്ചിരി റഫ് ആൻഡ് ടഫാണ്.
സാധാരണ ഒരു മനുഷ്യൻ അയാളുടെ അടുക്കെ പോയിരുന്നുണ്ട് കൊച്ചു വർത്താനത്തിനൊന്നും പോകത്തില്ല. ഭാര്യയുണ്ട്, ഇയാളുടെ അമ്മ ഉണ്ടായിരുന്നു, ഭാര്യയുണ്ട്, മക്കളുടെ കല്യാണം കഴിഞ്ഞു. അമ്മ കുറച്ചു നാളുകൾക്ക് മുമ്പ് മരിച്ചു. നല്ല അന്തസ്സുള്ള കുടുംബം. ഇയാളുടെ പെരുമാറ്റം തന്നെ റഫ് ആൻഡ് ടഫ്. കഴിഞ്ഞിടയ്ക്ക് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ? ഞാൻ പറഞ്ഞു, എന്തുവാ? ഇന്ന ബ്രദർ ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടിപ്പോയി. ഞാൻ പറഞ്ഞു, ഇതെങ്ങനെ? ഇതൊരു പൈശാചിക പീഡയാണ്. വിളിച്ച ബ്രദറെ, ആ ശുശ്രൂഷകനോട് പറയാ, അച്ഛാ ഇതൊരു പൈശാചിക പീഡയാണ് അച്ഛാ. അയാൾക്ക് തന്നെ 10-70 വയസ്സായി. തന്റെ മുമ്പിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയെന്ന്. ഞാൻ പറഞ്ഞു, അയാളെ പോലത്തെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു മനുഷ്യനോട് ഇത് ആര് വർത്തമാനം പറയാ? അതല്ലേ അച്ഛാ, അതൊരു പൈശാചിക പീഡയാ. ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ചിലത് പൈശാചിക പീഡകളായി, ചില ബന്ധങ്ങൾ അങ്ങോട്ട് പൈശാചിക പീഡകളായിട്ട് പിടിക്കും. മദ്യപാനം ചിന്തിച്ചോ? ചിലർ കണ്ടിട്ടില്ലേ? മദ്യം കുടിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റത്തില്ല. ഞാനിത് പറയുന്നത് വല്ലപ്പോഴും കുടിക്കുന്നവരെ കുറിച്ചൊന്നല്ലെന്ന്, മറിച്ച് മദ്യം കുടിച്ചില്ലെങ്കിൽ അവന് പറ്റത്തില്ല. അവന് മദ്യം കുടിച്ചേ പറ്റൂ. ഹീസ് അഡിക്റ്റഡ്. ആ വ്യക്തി അതിന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു പൈശാചികത അതിന്റെ പിന്നിലുണ്ട്. മദ്യം മാത്രമല്ല, ഏത് കാര്യവും ചിന്തിച്ചോളൂ. ചില പ്രലോഭനങ്ങൾ അത്രമേൽ ശക്തമായിട്ട് പിടികൂടും. ഈശോ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് എന്താ പഠിപ്പിച്ചത്? പ്രലോഭനത്തിൽ വീഴല്ലേ, ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണേന്ന്. ചാടി എഴുന്നേറ്റ് നിന്നേ, 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെയുള്ള ചില പ്രലോഭനത്തിന്റെ പീഡകളുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. എൻ്റെ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള എല്ലാ പൈശാചികമായ പ്രലോഭനത്തിന്റെ മേഖലകളും, ദൈവം ആഗ്രഹിക്കാത്ത സന്തോഷം തേടിപ്പോകുന്ന എൻ്റെ സ്വഭാവത്തിന്റെ മേഖലകളെ കർത്താവ് വിശുദ്ധീകരിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓ റൂഹ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കത്തിപ്പടരുന്ന അഭിഷേകം. റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീമാവായി വാ, റൂഹായേ എന്നിൽ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീമാവായി വാ, റൂഹായേ പ്രാവായി വാ. സംഭവിക്കട്ടെ. എന്നിൽ നിറവായി വാ. കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങ് ശ്രദ്ധിച്ചേ. കൈകൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കിക്കേ. ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. 4 തരത്തിലുള്ള പൈശാചിക ബാധകൾ, പീഡകളെ കുറിച്ചാണ് വചനം പഠിപ്പിച്ചത്. നിന്റെയും എന്റെയും ജീവിതത്തിൽ പിശാച് ഇപ്രകാരം പല മേഖലകൾ നമ്മളെ വട്ടമിട്ട് പിടിക്കും. ജാഗ്രതയുണ്ടാവണം. ഈശോ അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത്, 13-ാം വചനം പഠിപ്പിച്ചത്, തിന്മയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ, ദുഷ്ടനിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നും ഈ പ്രാർത്ഥന ചങ്കോടുകൂടി ചേർത്ത് വെക്കണം. എൻ്റെ അനുദിന ജീവിതത്തിൽ എനിക്കുണ്ടാവുന്ന ഈ ദുഷ്ടന്റെ പ്രവർത്തികളെ എന്നും ശക്തിയോടുകൂടെ എതിർക്കാനുള്ള കൃപ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് സ്വയം ഒന്ന് വിശുദ്ധീകരിച്ച് ഒന്ന് മുട്ടുകുത്തിക്ക്. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. നിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടുന്നു. യേശുവിന്റെ തിരുരക്ത കോട്ടയ്ക്കകത്ത് നിന്നെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിന്നെ തൊടാതെ. ഇതാ നിന്റെ കോട്ട, അത് രക്തക്കോട്ടയാണ്, തിരുരക്തത്തിന്റെ അഭിഷേകമാണ്. വിശ്വസിച്ചോണം. യെസ്, എൻ്റെ വീട്, എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും യേശുവിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഈ സംരക്ഷിക്കുന്നു. നമുക്കെല്ലാവരും മുട്ടുകുത്തിക്കേ. സമാപന ആശീർവാദം സ്വീകരിക്കുന്നതിന് മുമ്പ് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നീ വിശ്വസിക്കണം. ഇന്ന് ഞാൻ കേട്ട ഓരോ വചനവും, ഞാൻ പാടിയ പാട്ടുകളും, ഞാൻ ഉയർത്തിയ സ്തുതിഗീതങ്ങളും, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുകളിൽ അങ്ങ് പണിതുയർത്തിയ സംരക്ഷണ കോട്ടയാണ്. ദൈവത്തിന് നന്ദി. രക്തത്താൽ അങ്ങ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയവൻ. ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും കുറവുകളും യേശുവേ കുരിശിലങ്ങ് ഞങ്ങൾക്ക് വിലയായി സമ്മാനിച്ചു. കർത്താവേ, സാത്താന്റെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങൾ വിടുതൽ നൽകി അനുഗ്രഹിച്ചു. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ ആത്മാവേ,
ഞങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പ്രത്യേകിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അതൊന്നോർത്തെ. ചില കാര്യങ്ങൾക്ക് വേണ്ടി വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇവിടെ. പ്രാർത്ഥിച്ചോ. കർത്താവ് ആ വിഷയത്തിലൊക്കെ ഇടപെടുകയാണ്. അനേക തടസ്സങ്ങൾ കർത്താവ് മാറ്റി വിശുദ്ധീകരിക്കുകയാണ്. വിശ്വസിക്കണം. യെസ്, എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു.